കണ്ടിന്യൂസ് പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ടോ? പ്രോഗ്രസീവ് പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ടോ? പ്ലാനിങ്ങുകൾ എഴുതി വെക്കണോ? ഈ മൂന്ന് ചോദ്യത്തിനും ഉത്തരം അതെ എന്നാണ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്ലാനിങ്ങിന്റെ ആവശ്യമുണ്ട്. കാരണം മനുഷ്യന്റെ കാഴ്ച പരിമിതി, ചിന്താ പരിമിതി വളരെ കുറവാണ്. 2022 കോവിഡ് കാരണം ഓൺലൈൻ സ്കൂളുകൾ സ്റ്റാർട്ട് ചെയ്യുകയും 2030 തുടങ്ങാൻ വെച്ച ഓൺലൈൻ സ്കൂളുകൾ 8 വർഷം നേരത്തെ തുടങ്ങുകയൊക്കെ ചെയ്തതും നമ്മൾ വലിയ സംഭവമായി കൊട്ടിഘോഷിച്ച് ഒരു സാധനം കൊണ്ടുവന്നപ്പോൾ അതിന്റെ ഉദ്ഘാടനത്തിന്റെ പിറ്റേ ദിവസം അതിനേക്കാൾ മികച്ച പ്രൊഡക്റ്റ് വേറൊരു കമ്പനി ഇറക്കിയത് കൊണ്ട് ആ കമ്പനി പൂട്ടേണ്ടി വന്നതൊക്കെ കേരളക്കാർ കണ്ടത്. അതിന്റെ ബേസിക് റീസൺ, ഒരു പ്ലാൻ എന്നോ ഉണ്ടാക്കി ആ പ്ലാനിൽ വർഷങ്ങളോളം വർക്ക് ചെയ്തിട്ട് ആ പ്രോജക്റ്റ് പൂർത്തിയാക്കാൻ ശ്രമിച്ചതാണ്. ഒരു കമ്പനിയാണെന്ന് വിചാരിക്കുക. അപ്പോൾ എന്നോ ഉണ്ടാക്കിയ ഒരു പ്ലാനിനെ ബേസ് ചെയ്ത് അതിന് കൃത്യമായി ആ കമ്പനി മാനുഫാക്ചറിങ് ചെയ്ത് അതിന്റെ ലോഞ്ചിങ്ങിന്റെ തലേന്നാണ് അറിയുന്നത് ഇപ്പോൾ ഈ കമ്പനി മാനുഫാക്ചർ ചെയ്യാൻ പോകുന്ന പ്രൊഡക്റ്റിന്റെ 50 ഇരട്ടി കപ്പാസിറ്റി ഉള്ള പ്രൊഡക്റ്റ് ഇന്ന സ്ഥലത്ത് ഇന്ന കമ്പനി ആൾറെഡി ലോഞ്ച് ചെയ്ത് കഴിഞ്ഞു, അതാണ് മാർക്കറ്റിൽ ഇപ്പോൾ എത്തിയത്. അപ്പോഴേക്ക് ഈ കമ്പനി കേരളത്തിലെ വ്യവസായ വകുപ്പ് മന്ത്രിയൊക്കെ നേരിട്ട് വന്ന് ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആളുകളുടെ മുമ്പിൽ വെച്ച് ഉദ്ഘാടനം ചെയ്ത ഒരു പ്രൊജക്റ്റാണ്. ഞാനത് പറയുന്നത്, ഈ കണ്ടിന്യൂസ് ആയിട്ട് അത് ഗവൺമെന്റ് ചെയ്യുകയാണെങ്കിലും പൊതുമേഖലാ സ്ഥാപനം ചെയ്താലും പ്രൈവറ്റ് സ്ഥാപനങ്ങൾ ചെയ്താലും ഒരു വ്യക്തി ചെയ്താലും ഒരു വീട്ടിൽ ചെയ്താലും ഏതൊരു വിഷയത്തിലും കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്ലാനിങ് നിർബന്ധമാണ്. ആ കണ്ടിന്യൂസ് പ്ലാനിങ് ഇൻപുട്ടുകൾ നിർബന്ധമാണ്. എന്തൊരു പ്ലാനിങ് ചെയ്യുമ്പോഴും അതിനകത്തൊരു പ്ലാനിങ് ഇൻപുട്ട് ഡെയിലി വരുത്താൻ പറ്റിയാൽ, അവനവന്റെ കാര്യത്തിലൊക്കെ ഡെയിലി വരുത്താൻ പറ്റിയാൽ വളരെ നന്നായിരിക്കും. പ്ലാനിങ് ചെക്ക് ചെയ്യാനും പ്രോഗ്രസ് ചെക്ക് ചെയ്യാൻ കമ്മിറ്റി കൂടാറുണ്ട്. നാട്ടിലൊക്കെ പാലവും റോഡൊക്കെ ഉണ്ടാകും. പക്ഷെ പാലത്തിലും റോഡിലും ഉപയോഗിക്കുന്ന പല മെറ്റീരിയലും അതിനേക്കാൾ മികച്ച മെറ്റീരിയൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ വളരെ കുറഞ്ഞ പൈസക്ക് വളരെ ഇറക്കുമതി തീരുവ കുറച്ച് രൂപത്തിൽ വളരെ നല്ല രൂപത്തിൽ ഒക്കെ കിട്ടാവുന്ന ഇഷ്ടംപോലെ പല സാധനങ്ങൾ നമുക്ക് എടുക്കാൻ പറ്റുകയോ ഉപയോഗിക്കാൻ പറ്റുകയോ ചെയ്യാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നാട്ടിലേക്കാൾ മികച്ച പല സ്ഥാപനങ്ങളും പല ബിൽഡിങ്ങുകളും പല കൺസ്ട്രക്ഷനും പല മെത്തഡോളജികളും പല രാജ്യവും ഉപയോഗിക്കുന്നുണ്ട്. അതിന്റെ ബേസിക് റീസൺ, ബേസിക്കലി നമ്മളുടെ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഒരു പ്ലാനിങ് ഇൻപുട്ടിനുള്ള ആളുകളില്ല. പ്ലാനിങ് കമ്മീഷൻ ഒക്കെ പറയുന്ന, പ്ലാനിങ് അതോറിറ്റി എന്നൊക്കെ പറയുന്ന പല ഡിപ്പാർട്ട്മെന്റുകളും പല മന്ത്രാലയങ്ങളൊക്കെ പലപ്പോഴും പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ പോലും ഇതൊക്കെ നിരന്തരമായ പ്ലാനിങ് അപ്ഗ്രഡേഷന് ഒതുക്കുന്നില്ല എന്നുള്ളതാണ്. നിലവിലുള്ള പ്രൊജക്റ്റിനെ പ്ലാൻ ചെയ്യാനല്ലാതെ ആ പ്ലാനിങ്ങിനകത്തേക്ക് എന്തൊക്കെ പുതുതായിട്ട് ആഡ് ചെയ്യാൻ പറ്റുന്നു, പുതുതായി ഏതെല്ലാം കാര്യങ്ങൾ അതിന് ആവശ്യമായി വരും എന്നുള്ളതിനെ കുറിച്ചും ചിന്തിക്കാൻ പറ്റുന്നില്ല. ഒരു വീട്ടിലേക്ക് തിരിച്ചു വരികയാണെങ്കിൽ അച്ഛനും അമ്മയും നേരത്തെ ഉണ്ടാക്കി വെച്ച ഒരു പ്ലാൻ ഉണ്ടാവും. അതായത് 35-ാം വയസ്സിൽ 45-ാം വയസ്സിൽ വീട് കെട്ടണമെന്ന്. പക്ഷെ 45-ാം വയസ്സിൽ വീടിന്റെ പണി തുടങ്ങുന്ന സമയത്ത് 21 വയസ്സായ അല്ലെങ്കിൽ 18 വയസ്സായ മകൻ വളരെ ആധുനിക രീതിയിൽ വളരെ ടെക്നിക്കലി ഡെവലപ്പ് ചെയ്ത ചിന്തയും ബുദ്ധിയും വിവരമൊക്കെ ഉണ്ടെങ്കിൽ അവൻ്റെ അടുത്ത് നിന്ന് ഒരു ഇൻപുട്ട് എടുക്കാൻ രക്ഷിതാക്കൾ തയ്യാറാവില്ല. കാരണം എന്താണ്? ഏറ്റവും ലേറ്റസ്റ്റ് മോഡേൺ ഇൻപുട്ട് എടുക്കുന്നതിന് പകരം നമ്മളുടെ ഒരു മുൻധാരണ പ്രകാരമുള്ള ഒരു നേരത്തെ 15 കൊല്ലം 20 കൊല്ലം മുമ്പ് ഉണ്ടാക്കി വെച്ച ഒരു ഐഡിയ, ഒരു പ്ലാനോ വെച്ചിട്ട് എഞ്ചിനീയർക്ക് പോലും പലപ്പോഴും ദേഷ്യം പിടിക്കും ചിലപ്പോൾ നമ്മൾ പ്ലാനുകളൊക്കെ കേട്ടാൽ. ആ രൂപത്തിലായിരിക്കും ചെയ്യുക. എഞ്ചിനീയർ നമ്മളെ പ്രായം തന്നെ ആയതുകൊണ്ട് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷേ ആ വീട്ടിൽ ഇനി അവിടെ നിന്ന് അങ്ങോട്ട് 40 വർഷം ജീവിക്കേണ്ട നമ്മളുടെ അടുത്ത തലമുറയോട് ചോദിക്കുകയും അവരുടെ പ്ലാനിങ് ഇൻപുട്ടുകളും ഡെവലപ്മെന്റൽ തോട്ട്സും അതിൽ ആഡ് ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത്. അപ്പോൾ ഓരോരോ പ്രൊജക്റ്റിനും, ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രം, ഓരോരോ പ്രൊജക്റ്റിനും ഇത്തരത്തിലുള്ള റെഗുലർ ആയിട്ടുള്ള കണ്ടിന്യൂസ് ആയിട്ടുള്ള പ്ലാനിങ് ഇൻപുട്ട് വേണം. ഇനി പ്ലാൻ റിവ്യൂ ചെയ്യാന്നല്ല, ഡെയിലി പ്ലാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം. ഗ്രോത്ത് ഓറിയന്റഡ് ആയി നിൽക്കുന്ന അല്ലെങ്കിൽ സക്സസ് ആവാൻ പോകേണ്ട, ഇപ്പോൾ ഒരു കമ്പനി തുടങ്ങി, ഇത്ര ബില്യൺ ഡോളർ, ഇത്ര വർഷം കഴിഞ്ഞാണ് അത് ബ്രേക്ക് ഈവൻ ആവാം, ലാഭത്തിലെത്താം. അപ്പൊ ആ വർഷത്തിൽ അത്രയും വർഷം വരെ ഉണ്ടായിരുന്ന കാത്തിക്കുന്നതിന് പകരം ഓരോ ദിവസവും അതിന്റെ പ്ലാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കണം, അതിന്റെ ഗ്രോത്ത് റിവ്യൂ ചെയ്യണം. ആ പ്ലാനിനകത്ത് ഇൻപുട്ട് കൊണ്ടുവരേണ്ടി വരും. ആ പഴയ പ്ലാൻ പ്രകാരം പോയാൽ ഇത്രാമത്തെ ദിവസം അത് ചിലപ്പം ബ്രേക്ക് ഈവൻ ആവില്ല, അതിന് മുമ്പ് കമ്പനി പൂട്ടിപ്പോയിന്ന് വരും. അപ്പൊ അതുമുണ്ട്. അതുകൊണ്ട് ഈ റെഗുലർ പ്ലാൻ റിവ്യൂ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാശ് മുടക്കിയ ആളുകൾ അത്യാവശ്യക്കാരാണ്. അപ്പൊ എന്നോട് പലരും പല ബിസിനസ്സിലും ജോയിൻ ചെയ്യാൻ വേണ്ടി പറയും,
എന്നിട്ട് അത് ഏറ്റെടുത്ത് നടത്താനൊക്കെ പറയും. പക്ഷെ ഞാൻ പലപ്പോഴും കണ്ടിട്ടുള്ള ചിരിയും അത്ഭുതവും എനിക്ക് തോന്നിയത് അവർക്കത് ആവശ്യമില്ലാത്ത രൂപത്തിലാണ് അവർ ബിഹേവ് ചെയ്യുക. പൈസ മുടക്കിയ അതിൻ്റെ അതിൻ്റെ ബേസ് ആയിട്ടുള്ള പല ആളുകളും അതിൻ്റെ സീരിയസ് ആയിട്ടുള്ള ഒരു 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 മൈൻഡ് അതിനകത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അപ്പം തോട്ട് ഇൻപുട്ട് ചെയ്യാതെ, മൈൻഡ് ഇൻവോൾവ് ചെയ്യാതെ, മെന്റലി ഇൻവോൾവ് ചെയ്യാതെ പലപ്പോഴും പല പ്ലാനുകളും റെഗുലർ റിവ്യൂവിന് പറ്റില്ല. അപ്പൊ ഇവര് റെഗുലർ റിവ്യൂ ചെയ്യാതെ കഴിവുണ്ട് എന്ന് തോന്നുന്ന കുറെ ആൾക്ക് ശമ്പളം കൊടുത്ത് പണിക്കാരാക്കി വെച്ചാൽ അവര് നമ്മളുടെ അതേ തോട്ട്സിലും അതേ ഡ്രീമിലും അതേ ഗോളിലും ഈ പ്രൊജക്റ്റ് കൊണ്ടുപോകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതുകൊണ്ട് തന്നെ ഡ്രീം ഓറിയന്റഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിംഗ് ആയിട്ടുള്ള ടൈം തൻ്റെ മനസ്സിന് താല്പര്യത്തോടു കൂടി സ്റ്റാർട്ട് ചെയ്തൊരു പ്രൊജക്റ്റിന് അവനവൻ തന്നെ ദിനേനെ പ്ലാനിനകത്ത് റിവ്യൂസും പ്ലാൻ വർക്ക് ചെയ്യുകയും ഒക്കെ ചെയ്യണം. അപ്പം പ്ലാനുകൾ എഴുതി വെക്കുകയും എഴുതി വെച്ച പ്ലാനുകൾ ആവശ്യം വരുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ ദിനേനെ നോക്കുകയും ഒക്കെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇനി ഇത് എഴുതി വെക്കുന്നത് പല രൂപത്തിലാണ്. ഇത് ബ്ലൂ പ്രിന്റ് ആക്കി വെക്കാം, ഇതിനെ കോപ്പി ചെയ്യാം, ഇതിനെ അപ്ഗ്രേഡ് ചെയ്യാം. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് ഇപ്പം നമുക്ക് പറഞ്ഞാൽ പല ടൈപ്പ് ഓഫ് പ്ലാനുകളും എന്താ പറയുക, ആൻഡ്രോയിഡിലോ അല്ലെങ്കിൽ ആപ്പിളിലോ ഉള്ള ടൂൾസ് ഉപയോഗിച്ച് അതിനകത്ത് റെക്കോർഡാക്കി വെക്കാം. അപ്പം അതിനകത്ത് ഡെയിലി നമുക്ക് അതിനകത്ത് ചെക്ക് ചെയ്യാം, ഡാറ്റ രൂപത്തിൽ അതിനെ അനലൈസ് ചെയ്യാം, ഷീറ്റുകളിലാക്കി വെക്കാം. പല രൂപത്തിലും സൗകര്യങ്ങളുണ്ട്. അപ്പം ഇതെല്ലാം ഇത് റിവ്യൂ ചെയ്യുന്നതും ഇൻപുട്ട് എടുക്കുന്നതും ഓവർവ്യൂ ചെയ്യുന്നതും ഇതിനകത്ത് പുതിയത് ആഡ് ചെയ്യുന്നതും ഡെയിലി അതിനെ നോക്കുന്നതും ഒക്കെ നമുക്ക് വളരെയധികം മാൻഡേറ്ററി ആയിട്ടുള്ള കാര്യങ്ങളാണ്, അർജന്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് നമ്മൾ ഇതിലേ നിൽക്കൂ എന്നുള്ള വാശിയൊക്കെ കാണിച്ചാൽ ആ വാശി മാത്രമേ ഉണ്ടാവുള്ളൂ. പ്രത്യേകിച്ച് അതിനകത്ത് വലിയ റിസൾട്ട് ഒന്നും ക്രിയേറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്ന് മാത്രം. So wishing you all the very best and have a great day. God bless and thank you so much. I love you all.